പുതുവർഷ ദിനത്തിൽ ശബരിമലയിൽ വൻ ഭക്തജന തിരക്കാണ്. ഇന്നലെ 1 ലക്ഷത്തിൽ പരം തീർത്ഥാടകർ ദർശനം നടത്തിയിട്ടുണ്ട്. തിരക്ക് വർദ്ധിച്ചതോടെ കാനനപാത വഴി ശബരിമല സന്നിധാനത്തേക്ക് എത്തുന്ന ഭക്തർക്ക് നൽകി വന്ന പ്രത്യേക പാസ് നിർത്തലാക്കിയിട്ടുണ്ട്. ലതീഷാണ് ശബരിമല സന്നിധാനത്ത് നിന്ന് വിവരങ്ങൾ നൽകാനുള്ളത്. ലതീഷ്, ഗുഡ് മോർണിംഗ്, ഹാപ്പി ന്യൂ ഇയർ. ഗുഡ് മോർണിംഗ് അന്ന, ഹാപ്പി ന്യൂ ഇയർ. അതെ, പുതുവത്സരമായിട്ട് ശബരിമലയിലാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നട അടച്ചിരിക്കുകയായിരുന്നു. പക്ഷേ വീണ്ടും തുറന്നതിന് ശേഷം വലിയ ഭക്തജന തിരക്ക് അതിനു മുമ്പ് ഉണ്ടായിരുന്ന പോലെ തന്നെയുണ്ട്. കഴിഞ്ഞ വർഷങ്ങളെയൊക്കെ അപേക്ഷിച്ച് റെക്കോർഡ് ഭക്തജന തിരക്കാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നട അടയ്ക്കുന്നതിന് തൊട്ട് മുമ്പ് ഒക്കെ ഉണ്ടായിരുന്നത്. അവിടുത്തെ ഇന്നത്തെ ഒരു കാര്യങ്ങളൊക്കെ പറയൂ ലതീഷ്. അന്ന, പുതുവർഷ ദിനത്തിലും ശബരിമലയിൽ വൻ ഭക്തജന തിരക്ക് അനുഭവപ്പെടുകയാണ്. അല്പസമയം മുമ്പ് ഉഷപൂജയ്ക്ക് 10 മിനിറ്റ് നട അടച്ചിരുന്നു. അതോടുകൂടി ഈ നടപ്പന്തലിൽ വലിയ ക്യൂ ദൃശ്യമായി. ആ തിരക്ക് ഇപ്പോഴും തുടരുകയാണ്. നിരവധി തീർത്ഥാടകർ, ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുൾപ്പെടെയുള്ള നിരവധി തീർത്ഥാടകർ മകരവിളക്ക് മഹോത്സവത്തിന് നട തുറന്നതോടെ ശബരിമലയിലേക്ക് ഒഴുകിയെത്തുകയാണ്. എന്നാൽ എല്ലാ ഭക്തർക്കും ശബരിമല ദർശനത്തിനുള്ള സുഗമമായ സൗകര്യം ദേവസ്വം ബോർഡും സംസ്ഥാന സർക്കാരും ചേർന്ന് ഒരുക്കിയിട്ടുണ്ട്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന തീർത്ഥാടകർക്ക് അവർക്ക് ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കുടിവെള്ളം ഉൾപ്പെടെ വിതരണം ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ ശബരിമല ദർശനത്തിനെത്തുന്ന ആളുകൾക്ക് കുടിവെള്ളം ഉൾപ്പെടെ, കൂടുതൽ സമയം നിൽക്കേണ്ടി വരികയാണെങ്കിൽ അവർക്ക് കുടിവെള്ളം ഉൾപ്പെടെ വിതരണം ചെയ്യുന്നതിനുള്ള ക്രമീകരണം ഉൾപ്പെടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് പമ്പയിൽ മുതൽ സന്നിധാനത്തേക്കുള്ള വഴിയിലെല്ലാം കുടിവെള്ളവും മെഡിക്കൽ സഹായവുമെല്ലാം കൃത്യമായി ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള ഒരു ക്രമീകരണമാണ് ദേവസ്വം ബോർഡ് ഈ തീർത്ഥാടന കാലത്ത് ശബരിമലയിൽ ഒരുക്കിയത്. അതിൻ്റെ ഒരു പ്രയോജനം സ്വാഭാവികമായും തീർത്ഥാടകർക്ക് ലഭിക്കുന്നുമുണ്ട്. വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിലും കൂടുതൽ സമയം വരി നിൽക്കാതെ ദർശനം നടത്തി മടങ്ങാനുള്ള സൗകര്യമാണ് ഈ തീർത്ഥാടകർക്ക് ഇവിടെ ലഭ്യമായി കൊണ്ടിരിക്കുന്നത്. ഇന്നലത്തെ കണക്ക് പരിശോധിച്ചാൽ തന്നെ 1,483,000 തീർത്ഥാടകർ 1,483,000 തീർത്ഥാടകരാണ് ഇന്നലെ മാത്രം ദർശനം നടത്തിയത്. ഇതിൽ സ്പോട്ട് ബുക്കിംഗ് വഴി എത്തിയത് 24,405 പേരാണ്. കാനനപാതയിലൂടെ പ്രത്യേക പാസ് വഴി 25,000-ൽ പരം പേർ ദർശനത്തിനെത്തി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാനനപാതയിലൂടെ, പരമ്പരാഗത കാനനപാതയിലൂടെ മാത്രം 4,210 പേരും ദർശനം നടത്തി. കാനനപാത വഴി പ്രത്യേക പാസ് വിതരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടന്നിരുന്നു. ഹൈക്കോടതിയുടെ കൂടി നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇത്തരത്തിൽ വനം വകുപ്പ് പ്രത്യേക പാസ് തീർത്ഥാടകർക്ക് അനുവദിച്ചത്. അത് എരുമേലി എത്തി അവിടെ നിന്ന് കാനനപാത വഴി വരുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇത് ഒരു 5,000 പേരെ നിജപ്പെടുത്താനായിരുന്നു തീരുമാനിച്ചതെങ്കിലും അത് ആ നിലയിൽ നിന്നില്ല. അത് 5 ഇരട്ടിയും 4 ഇരട്ടിയും ഒക്കെ വർദ്ധിക്കുന്ന സാഹചര്യമുണ്ടായി. കാരണം പ്രത്യേക പാസ് വഴി വരുന്ന ആളുകൾക്ക് 18-ാം പടിയുടെ തൊട്ടടുത്തേക്ക് എത്തുകയും അവർക്ക് കൂടുതൽ ക്യൂ നിൽക്കാതെ വളരെ എളുപ്പത്തിൽ ദർശനത്തിനുള്ള സൗകര്യവും ഒരുങ്ങിയിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ പേർ ഈ പ്രത്യേക പാസ് കൈക്കലാക്കുകയും കൂടുതൽ തീർത്ഥാടകർ ഇവിടേക്ക് എത്തുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. അത് മറ്റ് പമ്പ വഴി എത്തുന്ന സാധാരണ തീർത്ഥാടകർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യമുണ്ടായി. കുഞ്ഞുങ്ങളും അതേപോലെ തന്നെ മാളികപ്പുറം അടക്കമുള്ള തീർത്ഥാടകർ കൂടുതൽ സമയം വരിക്ക് നിൽക്കേണ്ട സാഹചര്യം വന്നതോടുകൂടിയാണ് ഇന്നലെ രാത്രിയോടെ ദേവസ്വം ബോർഡ് അത്തരമൊരു തീരുമാനമെടുത്തത്. അത് ഹൈക്കോടതിയെ അറിയിക്കുമെന്ന് ദേവസ്വം ബോർഡ് അംഗം അജികുമാർ അറിയിച്ചിട്ടുമുണ്ട്. എന്തായാലും ഇന്നു മുതൽ കാനനപാതയിലൂടെ പ്രത്യേക പാസ് വഴി തീർത്ഥാടകർക്ക് ദർശന സൗകര്യം ഉണ്ടാവുകയില്ല. എന്നാൽ പരമ്പരാഗത കാനനപാതയിലൂടെ എത്തുന്ന തീർത്ഥാടകർക്ക് നേരത്തെ ഉണ്ടായിരുന്ന രീതിയിൽ തന്നെ ദർശനത്തിനുള്ള സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിലും സംതൃപ്തമായ മകരവിളക്ക് മഹോത്സവ കാലം കൂടിയാണ് തീർത്ഥാടകർക്ക് മുന്നിൽ ശബരിമല ദേവസ്വം ബോർഡും അതേപോലെ തന്നെ സർക്കാരും തുറന്നിട്ടിരിക്കുന്നതെന്ന് തന്നെ പറയാം. പോലീസിൻ്റെ സേവനം എടുത്തു പറയേണ്ടത് തന്നെയാണ്. 18-ാം പടിയിൽ പരമാവധി 1 മിനിറ്റിൽ 80-ലധികം തീർത്ഥാടകരെ 18-ാം പടി കയറ്റുന്നതിനുള്ള ഒരു തീവ്ര യത്നം തന്നെ ഇവിടെ നടക്കുന്നുണ്ട്. ഓരോ 20 മിനിറ്റിലും 18-ാം പടിയിൽ ഡ്യൂട്ടി മാറിക്കൊണ്ടാണ് ഇത്തരത്തിൽ ക്രമീകരണം. അതെ ലതീഷ്, വലിയ
അഭിനന്ദനങ്ങളൊക്കെ ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന് ലഭിച്ചിരുന്നു. വി ഡി സതീശൻ, കെ മുരളീധരൻ, വി മുരളീധരൻ പ്രതിപക്ഷത്ത് ഉള്ള നേതാക്കളുടെ അഭിനന്ദനങ്ങൾ സർക്കാരിന് ഈ ശബരിമലയിലെ ക്രമീകരണങ്ങളുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഒരു പരാതിയുമില്ലാതെ കൊണ്ടുപോകുന്ന കാര്യത്തിലുള്ള അഭിനന്ദനങ്ങൾ ലഭിച്ചിരുന്നു. അതുതന്നെയാണ് അടുത്ത ദിവസങ്ങളിലും നമ്മൾ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും ദർശനത്തിനെത്തുന്ന തീർത്ഥാടകർക്ക് ഏറ്റവും സുഗമമായ ദർശനത്തിനുള്ള സൗകര്യമൊരുക്കുക, അവർക്ക് ഏറ്റവും സംതൃപ്തമായി ശബരിമല ദർശനം നടത്തി മടങ്ങുന്നതിനുള്ള ക്രമീകരണം ഒരുക്കുക, അതുതന്നെയാണ് സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും ചെയ്യേണ്ടത്. ആ പ്രവർത്തനം വളരെ കൃത്യമായി നടപ്പിലാക്കാൻ, വളരെ ചിട്ടയോടെ നടപ്പിലാക്കാൻ ഇത്തവണ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. പോലീസും വിവിധ വകുപ്പുകളും ഏകോപിപ്പിച്ചുള്ള ഒരു നിലപാട് അല്ലെങ്കിൽ ഏകോപിപ്പിച്ചുള്ള ഒരു പ്രവർത്തനം ശബരിമല തീർത്ഥാടന കാലം ഏറ്റവും സുഗമമാക്കുന്നതിനായി ശബരിമലയിൽ, അത് പ്രത്യേകിച്ച് പമ്പ മുതൽ അതിനുള്ള ക്രമീകരണം ഒരുക്കി. ആ നിലയിലുള്ള ഒരു മുന്നൊരുക്കം അത് ഏറ്റവും സുഗമമായ ഒരു മണ്ഡല മഹോത്സവ കാലത്തിന് പരിസമാപ്തിയായപ്പോൾ മകരവിളക്ക് ദർശനവും അല്ലെങ്കിൽ മകരവിളക്ക് മഹോത്സവത്തിനെത്തുന്ന തീർത്ഥാടകർക്കും അവർക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കാനുള്ള ഒരു ക്രമീകരണം അതിൻ്റെ ഭാഗമായി സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും ചേർന്ന് ഒരുക്കിയിരുന്നു. എന്തായാലും ആ നിലയിലുള്ള എല്ലാവിധ ക്രമീകരണങ്ങളും, ആ ക്രമീകരണങ്ങളോട് ഭക്തർ പൂർണ്ണമായി സഹകരിക്കുന്ന ഒരു സാഹചര്യം കൂടി ഇത്തവണയുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും സുഗമമായ ദർശനം സാധ്യമാക്കിക്കൊണ്ട് ദേവസ്വം ബോർഡും സംസ്ഥാന സർക്കാരും മുന്നോട്ട് പോകുന്നു. തീർത്ഥാടകർ, വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന തീർത്ഥാടകർ, മലയാളികൾക്ക് പുറമെയുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന തീർത്ഥാടകരെല്ലാം തന്നെ ഈ ക്രമീകരണങ്ങളോട് 100% സഹകരിക്കുന്ന കാഴ്ച കൂടിയാണ് നമുക്ക് ഇവിടെ ദൃശ്യമാകുന്നത്. അന്ന. അതെ, ശബരിമലയിൽ നിന്നുള്ള വിവരങ്ങൾ, ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ പറയുകയായിരുന്നു ലതീഷ്.